പ്രണയമഴ ഭാഗം 1. ഹായ്, ഞാനാണ് കാർത്തിക. ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണേ. ദൃശ്യം 2024 മഴയിൽ പിറന്ന പ്രണയം എന്ന സ്റ്റോറിയാണ് ഇപ്പോൾ നമ്മുടെ കഥാലോകത്തിലേക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് മുതൽ മഴയിൽ പിറന്ന പ്രണയം എന്ന സ്റ്റോറി പ്രണയമഴ എന്ന പേരിൽ കഥാലോകം എന്ന നമ്മുടെ ഈ കഥയുടെ ലോകത്തിലേക്ക് ഞാൻ കൊണ്ടുവരാണ്. എല്ലാവരും ആ സ്റ്റോറിക്ക് തന്ന അതേ സപ്പോർട്ട് ഈ സ്റ്റോറിക്കും തരുമെന്ന് പ്രതീക്ഷയോടെ നമ്മുടെ സ്റ്റോറി കേൾക്കുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്റ്റോറി കേൾക്കണേ. കൂടെ ആ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകാട്ടോ. പ്രണയമഴ. നല്ല ഇടിമിന്നലും മഴയും കാറ്റുമുള്ള ഒരു രാത്രി. കാറ്റ് ശക്തമായിട്ട് വീശുന്നുണ്ട്. കാറിന്റെ വിൻഡോ ഗ്ലാസിൽ മഴത്തുള്ളികൾ തട്ടി ശബ്ദമുണ്ടാക്കുന്നു. ഒരു വലിയ ലക്ഷറി വീടിന്റെ ഗേറ്റിലൂടെ ഒരു കാറ് അകത്തേക്ക് കടന്നു. കാർ പോർച്ചിൽ കൊണ്ടുവന്ന് കാറ് നിർത്തി. കാറിന്റെ ഡോറ് തുറന്ന് അവൻ പുറത്തേക്ക് ഇറങ്ങി. ചുറ്റും മഴയുടെ തണുപ്പ്, മണ്ണിന്റെ നനത്ത ഗന്ധം. കാറ്റിൽ മരങ്ങളെല്ലാം ആടി ഉലയുന്നു. കാറ്റ് അവന്റെ ഷർട്ടിൽ തഴുകി കടന്നുപോയി. അവൻ വേഗം അകത്തേക്ക് നടന്നു. വീടിന്റെ വലിയ ഹാളിലൂടെ കടന്ന് അവൻ പടികൾ കയറി മുകളിലേക്ക് ചെന്നു. അവന്റെ റൂമിന്റെ വാതിൽ തുറന്നു. അകത്ത് ഒരു നിശബ്ദതയായിരുന്നു. പുറത്ത് മഴയുടെ സംഗീതവും. അവൻ റൂമിലേക്ക് കടന്നതും പെട്ടെന്നാണ് ബാൽക്കണിയിലേക്ക് അവന്റെ കണ്ണുകൾ പോയത്. അവിടെ മഴ നനഞ്ഞ് പിങ്ക് കളർ നിറത്തിലുള്ള സാരിയിൽ നീണ്ട തലമുടി മഴയിൽ നനഞ്ഞ് സാരി ശരീരത്തോട് ഒട്ടിച്ചേർന്ന് ബാൽക്കണിയിൽ നിന്നും പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു സ്ത്രീ. അവൾ മഴ ആസ്വദിച്ച് നിൽക്കുകയാണ് എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അവൻ നടന്ന് ബാൽക്കണി ഡോർ തുറന്നു. ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി. അവളുടെ മുഖത്ത് മനോഹരമായ ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു. കാറ്റ് അവളുടെ സാരിയെ അവളുടെ ദേഹത്ത് നിന്ന് അടർത്തി മാറ്റാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. മഴത്തുള്ളികൾ അവളുടെ ശരീരത്തിൽ നിന്നും പെയ്ത് അവളിലേക്ക് തന്നെ അലിഞ്ഞു ചേരുന്നു. അവൻ റൂമിൽ നിന്നുകൊണ്ട് തന്നെ അവളെ നോക്കി. പിന്നെ അവളുടെ അടുത്തേക്ക് നടന്നു. അവൾ ചിരിച്ചുകൊണ്ട് ആ മഴയിൽ കൈകൾ വിടർത്തി നിന്നു. പിന്നെ പതിയെ വട്ടം കറങ്ങാൻ തുടങ്ങി. അവൻ പുഞ്ചിരിയോടെ അവളുടെ അടുത്തേക്ക് നടന്നു. പെട്ടെന്ന് വട്ടം കറങ്ങി അവൾ അവന്റെ നെഞ്ചിലേക്ക് ചേർന്നു. അവനും അവളെ ചേർത്ത് പിടിച്ചു. അവളുടെ ശരീരം അവന്റെ കൈകളിൽ വിറച്ചു. മഴയുടെ തണുപ്പും ഹൃദയമിടിപ്പിന്റെ ശക്തിയോ ഒന്നും അറിയില്ല. അവൾ പതുക്കെ അവന്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി അവനെ നോക്കി. അവളുടെ ആ ഭംഗിയുള്ള കണ്ണുകൾ അവനോട് എന്തൊക്കെയോ പറയാതെ പറയുന്നത് പോലെ തോന്നി. അവളുടെ കവിൾ നാണം കൊണ്ട് ചുവന്നു. ചുണ്ടുകൾ തണുപ്പ് കൊണ്ട് വിറച്ചു. അവന്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു. ഒരു നിമിഷം പോലും അവന്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളിൽ നിന്നും മാറ്റിയില്ല. ആ നോട്ടത്തിൽ പ്രണയം മാത്രമായിരുന്നു. മഴത്തുള്ളികൾ രണ്ടുപേരെയും നനച്ച് ഒഴുകി തുടങ്ങിയിരുന്നു. സ്നേഹത്തോടെ പ്രണയത്തോടെ അവൻ അവളെ ചേർത്ത് പിടിച്ചു. അവളുടെ ശ്വാസം വേഗത്തിലായി. കണ്ണുകൾ പതുക്കെ അടഞ്ഞു. അവൻ അവളുടെ മുഖത്തിനടുത്തേക്ക് അവന്റെ മുഖം കൊണ്ടുവന്നു. ഒരു ചുംബനത്തിന്റെ ദൂരത്തില് അവൻ അവളുടെ ചുണ്ടിലേക്ക് ചുംബിക്കാൻ പോയതും പെട്ടെന്ന് അവൾ അവനെ തള്ളി മാറ്റി. വിട് നാഥ്. അവളുടെ ശബ്ദം ചെറുതായി വിറച്ചു. അവൾ തിരിഞ്ഞ് ഓടാൻ ശ്രമിച്ചതും അവൻ അവളുടെ കൈ പിടിച്ച് വലിച്ചു. വീണ്ടും അവന്റെ ദേഹത്തേക്ക് അവളെ ചേർത്തു. അവളുടെ നനഞ്ഞൊട്ടിയ ഇടുപ്പിൽ അവന്റെ കൈകൾ ചുറ്റി. അവന്റെ കൈ അവളുടെ അരയിൽ അമർന്നതും അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അപ്പോഴും അവന്റെ കൈ അവളുടെ നഗ്നമായ അണിവയറിൽ ആയിരുന്നു. അവളുടെ അധരങ്ങളിൽ നിന്നും ചെറിയൊരു ഏങ്ങൽ, ഒരു മൃദുവായ ശബ്ദം പുറത്തേക്ക് വന്നു. അവളുടെ മുഖം അവന്റെ നെഞ്ചിൽ അവൾ ഒളിപ്പിച്ചു. അല്പസമയം അവൾ അങ്ങനെ തന്നെ നിന്നതും അവൻ അവളെ താടി പിടിച്ച് ഉയർത്തി. അവളുടെ മുഖം ഉയർത്തി. അവൾ കണ്ണുകൾ അടച്ച് അവന്റെ ദേഹത്തേക്ക് ചേർന്ന് നിന്നു. അത്രയും അടുത്ത്. അവൻ അവളുടെ മുഖത്തോട് അടുത്ത് അവന്റെ മുഖം ചേർത്തു. അവളുടെ ചുണ്ടിൽ അവന്റെ ചുണ്ടുകൾ സ്പർശിച്ചു. അവളുടെ കൈകൾ അവന്റെ തോളിൽ പിടിമുറുക്കി. മഴയും കാറ്റും അവരെ തഴുകി തലോടി അപ്പോഴും പോയിക്കൊണ്ടിരുന്നു. എന്നാൽ അതൊന്നും അറിയാതെ അവൻ അവളുടെ അധരങ്ങളെ നുണഞ്ഞുകൊണ്ടിരുന്നു. ആ ചുംബനത്തിൽ മാത്രം ലയിച്ച് അവളും നിന്നു. സമയം നീണ്ടുപോയി. ദീർഘമായ ആഴമുള്ള പ്രണയത്തോടെയുള്ള ചുംബനം. ഒരു ഇടിമിന്നൽ, ആകാശം കീറിയ പോലെ ശബ്ദം. അവർ രണ്ടുപേരും പെട്ടെന്ന് അകന്നു മാറി. അവൻ അപ്പോഴും അവളെ തന്നെ നോക്കി നിന്നു. വീണ്ടും
അവൾക്കടുത്തേക്ക് നടന്നു. അവളെ വീണ്ടും അവനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ മുഖത്തോട് മുഖം ചേർത്തു. അവന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കമായിരുന്നു. പ്രണയം. അവളുടെ കണ്ണുകളിൽ നാണവും ആകാംക്ഷയും. അവൻ ഒന്നും പറയാതെ അവളെ രണ്ട് കൈയിലും കോരിയെടുത്തു. മഴയിലൂടെ അവളെ ചേർത്ത് പിടിച്ച് റൂമിലേക്ക് നടന്നു. അവളെ പതിയെ ബെഡിൽ കൊണ്ടുവന്ന് കിടത്തി. നനഞ്ഞ അവന്റെ ഷർട്ട് അവൻ അഴിച്ചു മാറ്റി. അവളുടെ ദേഹത്തേക്ക് അമർന്നു. അവളുടെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ശ്വാസം ഉയരുന്നുണ്ടായിരുന്നു. അവൻ അവളുടെ ദേഹത്തേക്ക് ചാഞ്ഞു. അവളുടെ ചുണ്ടുകളിൽ വീണ്ടും അമർത്തി ചുംബിച്ചു. ആ പ്രണയം കൂടുതൽ ആഴത്തിലേക്ക് പോയി. മഴയുടെ ശബ്ദം സംഗീതമായി മാറി. അവന്റെ മുഖം അവളുടെ കവളിൽ ചുംബിച്ചുകൊണ്ട് പതിയെ കഴുത്തിലേക്ക് ഇറങ്ങി. അവന്റെ മുഖം അവളുടെ കഴുത്തിൽ പതിഞ്ഞതും അവളുടെ കഴുത്ത് പിന്നിലേക്ക് വളഞ്ഞു. അവളുടെ ശരീരത്തിലൂടെ അവന്റെ മുഖം ഇഴഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ ശ്വാസം മുറുകുന്നതും അവളുടെ ശരീരം വിറയ്ക്കുന്നതും എല്ലാം അവൻ അറിയുന്നുണ്ടായിരുന്നു. അവൻ വീണ്ടും ഉയർന്നു വന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ അധരങ്ങൾ, അവളുടെ കണ്ണുകൾ, എല്ലാവിടെയും അവന്റെ നോട്ടം ചെന്നു. അവൻ വീണ്ടും അവളിലേക്ക് ചാഞ്ഞു. അവളുടെ മാറിലായി കടിച്ചു. ആ! അവൻ പെട്ടെന്ന് കണ്ണുകൾ തുറന്നു. ബെഡിൽ എഴുന്നേറ്റിരുന്നു. അവന്റെ ശ്വാസം വേഗത്തിലായി. അവന്റെ ഹൃദയമിടിപ്പ് ശക്തമായി. അവൻ ചുറ്റും നോക്കി. തന്റെ റൂം, തന്റെ ബെഡ്. ആ തണുപ്പിലും അവൻ വിയർത്തു. ആരാണ് അവൾ? അവന്റെ ഹൃദയം വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നു. ഇത് സ്വപ്നമല്ല എന്ന് അവന് തോന്നി. എത്ര ശ്രമിച്ചിട്ടും അവന് ആ മുഖം ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവന് വല്ലാത്ത ദേഷ്യം തോന്നി. അവൻ എഴുന്നേറ്റ് ടേബിളിലിരുന്ന ഗ്ലാസ്സിലേക്ക് വെള്ളം പകർത്തി. വെള്ളവുമായി ബാൽക്കണിയിലേക്ക് നടന്നു. കുറച്ചു മുമ്പ് കണ്ട അതേ സ്ഥലം അവൻ ഓർത്തു. ഇനിയും ആലോചിച്ചു നിന്നാൽ തനിക്ക് വട്ടുപിടിക്കും എന്ന് തോന്നി. അവൻ വീണ്ടും വെള്ളം കുടിച്ച് ഗ്ലാസ് ടേബിളിൽ വെച്ചു. വന്ന് കിടന്നു. ശക്തമായ ഇടിവെട്ടും കാറ്റും മഴയും പുറത്ത് പെയ്യുന്നുണ്ട്. അത് അവൻ അറിയുന്നുണ്ടായിരുന്നു. വീണ്ടും ആ സ്വപ്നത്തെ മനസ്സിലേക്കും കണ്ണുകളിലേക്കും കൊണ്ടുവരാനുള്ള ആഗ്രഹത്തോടെ അവൻ വീണ്ടും ഉറക്കത്തെ കൂട്ടുപിടിക്കാൻ ശ്രമിച്ചു. പുലരിയുടെ വെളിച്ചം മുറിയിലേക്ക് കയറി തുടങ്ങി. കാശിനാഥൻ കിടക്കയിൽ ഉറക്കത്തിലായിരുന്നു. അപ്പോഴാണ് അവന്റെ ഫോൺ റിങ് ചെയ്തത്. കണ്ണുകൾ പതുക്കെ തുറന്നു. ആരാണ് എന്ന് നോക്കുന്നതിന് മുമ്പ് തന്നെ അവൻ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു. ഹലോ. മറുവശത്തു നിന്ന് പറയുന്നത് കേട്ടതും അവന്റെ ഉറക്കം പാടെ മാറി. അവൻ കണ്ണുകൾ തുറന്നു. എന്ത്? അവൻ പെട്ടെന്ന് തന്നെ കിടക്കയിൽ നിന്നും ചാടി എഴുന്നേറ്റു. അവൻ വേഗം വാഷ്റൂമിലേക്ക് നടന്നു. ഫ്രഷായി ഡ്രസ്സ് എടുത്തിട്ട് അവൻ താഴേക്കിറങ്ങി. ഹാളിൽ അച്ഛൻ പത്രം വായിക്കുന്നുണ്ട്. അമ്മ അടുത്ത് മറ്റൊരു പത്രവുമായി ഇരിക്കുന്നുണ്ട്. എന്നും രാവിലെ കാണുന്ന ഒരു കാഴ്ചയാണ്. അവൻ ആരെയും നോക്കാതെ വാതിലിനടുത്തേക്ക് നടന്നു. പെട്ടെന്ന് കാശി എന്ന് അച്ഛന്റെ ശബ്ദം കേൾക്കുന്നത്. ഗൗരവത്തോടെയുള്ള ആ ശബ്ദം കേട്ടതും അവൻ നിന്നു. ഇത്രയും രാവിലെ തന്നെ നീ എവിടേക്കാ? അച്ഛൻ പത്രം താഴെ വെച്ചുകൊണ്ട് ചോദിച്ചു. കാശി ഒന്നും മിണ്ടാതെ നിന്നു. പിന്നെ ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ട്, ഹോസ്പിറ്റലിൽ നിന്നും ഒരു എമർജൻസി കോൾ ഉണ്ടായിരുന്നു. ഒരു എമർജൻസി കേസാണ്. അവൻ അവിടെ ഇരിക്കുന്ന ആരെയും നോക്കാതെ അത്രയും പറഞ്ഞു. അവൻ വീണ്ടും നടക്കാൻ പോയതും മോനെ ചായ കുടിച്ചിട്ട് പോ അമ്മ പറഞ്ഞു. എന്നാൽ അവൻ അവരെ രൂക്ഷമായി ഒന്ന് നോക്കി. പിന്നെ ഒന്നും മിണ്ടാതെ അവൻ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. പുറത്ത് മഴ അപ്പോഴും ചെറുതായി പെയ്യുന്നുണ്ട്. കാറിന്റെ ഡോറ് തുറന്ന് കയറുമ്പോൾ അവന്റെ മനസ്സിൽ വീണ്ടും ആ സ്വപ്നത്തിന്റെ ഓർമ്മ പോലെ. പിങ്ക് സാരി, മഴ, അവളുടെ കണ്ണുകൾ. അവൻ തല ഒന്ന് കുടഞ്ഞു. ഇപ്പോ അതിനുള്ള സമയമല്ല എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് അവൻ കാറ് സ്റ്റാർട്ട് ചെയ്തു. മഴയിലൂടെ അവന്റെ കാറ് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. ഇതാണ് ശ്രീമംഗലത്ത് കാശിനാഥൻ. നഗരത്തിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലുകളിൽ ഒന്നായ ശ്രീമംഗലം മെഡിക്കൽ സെന്ററിന്റെ ഉടമ. അതിലും പ്രധാനമായി അവനൊരു കാർഡിയോളജിസ്റ്റ് ആണ്. ഹൃദയത്തിന്റെ താളം തിരിച്ചറിയുന്ന ഒരു ഡോക്ടർ. പക്ഷേ അവന് സ്വന്തം ഹൃദയത്തിലെ വേദന മാറ്റാൻ അറിയാത്തവനായിരുന്നു. ഹോസ്പിറ്റൽ എമർജൻസി ഗേറ്റ് വഴി കാശിനാഥന്റെ കാറ് അകത്തേക്ക് കയറി. അവൻ വേഗം അവന്റെ പേഴ്സണൽ ലിഫ്റ്റ് വഴി വേഗം മുകളിലേക്ക് പോയി. ലിഫ്റ്റ് തുറന്നു. അവൻ നേരെ ICUയിലേക്ക് നടന്നു. ഡോക്ടർ വന്നു, ഒരാൾ പറഞ്ഞു. അവന്റെ അടുത്തേക്ക് വന്ന നേഴ്സുമാരുടെയും ജൂനിയർ ഡോക്ടർമാരുടെയും എല്ലാം മുഖത്ത് പരിഭ്രമമായിരുന്നു. അവന്റെ മുഖത്ത് എപ്പോഴും ഉള്ളതുപോലെ തന്നെ കനത്ത ഗൗരവമായിരുന്നു. വല്ലാത്തൊരു കലിപ്പ് ഭാവം. കേസ് ഡീറ്റെയിൽസ്. അവന്റെ ശബ്ദം ഗൗരവം നിറഞ്ഞതായിരുന്നു. ഒരു നേഴ്സ് വിറച്ചുകൊണ്ട് ഫയൽ കൈമാറി. അവൻ ആ ഫയലിലേക്ക് നോക്കി. പിന്നെ പേഷ്യന്റിനെയും ഒന്ന് നോക്കി. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ഡോക്ടർ കാശിനാഥൻ.
പെട്ടെന്ന് തന്നെ ഓപ്പറേഷനുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്തു. ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിൽ അടഞ്ഞു. സമയം കടന്നുപോയി. 1 മണിക്കൂർ, 2 മണിക്കൂർ, അങ്ങനെ സമയം നീങ്ങിക്കൊണ്ടിരുന്നു. അകത്ത് കാശിനാഥന്റെ കൈകൾ വിറയ്ക്കുന്നില്ല. ഹൃദയത്തിന്റെ ഓരോ താളവും അവൻ കൃത്യമായി നോക്കി. ജീവനും മരണത്തിനും ഇടയിൽ അവൻ ഒരു ദൈവത്തെ പോലെ തന്നെ നിന്നു. ഓപ്പറേഷൻ വിജയിച്ചു. പേഷ്യന്റ് സ്റ്റേബിൾ ആണ്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ നടന്നു. അവന്റെ ക്യാബിനിലേക്ക് കയറി. കൈയെല്ലാം കഴുകി ഫ്ലാസ്കിൽ നിന്നും ചായം എടുത്തുകൊണ്ട് അവൻ ചെയറിലേക്ക് ചാഞ്ഞിരുന്നു. അല്പസമയം ചെയറിലേക്ക് ചാഞ്ഞിരുന്നു കൊണ്ട് കണ്ണുകൾ അടച്ചു. വീണ്ടും അവന്റെ മനസ്സിലേക്ക് താൻ കണ്ട ആ സ്വപ്നം കടന്നു വന്നു. മഴ, പിങ്ക് കളർ സാരി, അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകളിലേക്ക് അവന്റെ ചുണ്ടുകൾ അടുപ്പിക്കുന്നത് അറിഞ്ഞതും അവളുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആ പുഞ്ചിരിയിലേക്ക് അവൻ നോക്കി. തന്റെ പ്രണയം. പക്ഷേ സ്വന്തം വീട്ടുകാർ തന്നെ ആ പ്രണയത്തെ ഇല്ലാതാക്കി. തന്റെ പ്രണയം അവർ തന്റെ കൈകളിൽ നിന്നും കവർന്നെടുത്തു. പെട്ടെന്ന് അവൻ കണ്ണുകൾ തുറന്നു. പിന്നെ മുറുകെ കണ്ണുകൾ അടച്ചുകൊണ്ട് അവൻ ശ്വാസം ആഞ്ഞു വലിച്ചു വിട്ടു. അവന്റെ അച്ഛൻ ശ്രീമംഗലത്ത് വിശ്വനാഥന്റെയും അമ്മ സുധാ വിശ്വനാഥനെയും അവൻ ഓർത്തു. അവരോട് വല്ലാത്ത ദേഷ്യം തോന്നി. പിന്നെ ഒരു ദീർഘനിശ്വാസം ഇട്ടുകൊണ്ട് അവൻ മോണിറ്ററിലൂടെ ICU ഫൂട്ടേജ് നോക്കി. അവരുടെ മുഖങ്ങൾ ഓർക്കുമ്പോൾ പോലും അവന്റെ ഉള്ളിൽ ദേഷ്യം കത്തും. വീട്ടിൽ അവൻ ആരോടും ഇപ്പോൾ സംസാരിക്കാറില്ല. ഒരു അന്യനെ പോലെയായിരുന്നു ആ വീട്ടിൽ അവൻ ജീവിച്ചത്. അവന്റെ പ്രണയം അവന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെടുത്തിയപ്പോൾ അവൻ അവരിൽ നിന്നും അകന്നു പോയതാണ്. എല്ലാം ഉപേക്ഷിച്ച്, എല്ലാം ഇട്ടെറിഞ്ഞ്. പക്ഷേ ഹോസ്പിറ്റൽ, മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും ആഗ്രഹപ്രകാരം ഈ ഹോസ്പിറ്റൽ താൻ ഏറ്റെടുത്തതാണ്. ഇത് നിന്റെയാണ്, നിനക്ക് വേണ്ടി മാത്രം ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന മുത്തശ്ശന്റെ വാക്കുകൾ ശരിയാണ്. താൻ മെഡിസിൻ പഠനത്തിനായി വിദേശത്തേക്ക് പോയപ്പോൾ തനിക്കായിട്ട് മുത്തശ്ശൻ പണി കഴിപ്പിച്ചതാണ് ഈ ഹോസ്പിറ്റൽ. അതും തന്റെ പേരിൽ. ഒരുപാട് പേരുടെ ജീവൻ നിന്റെ ഈ കൈകളിൽ സുരക്ഷിതമായിരിക്കും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞാണ് മുത്തച്ഛൻ ഈ ഹോസ്പിറ്റലിൽ തന്നെ ഏൽപ്പിച്ചത്. അവൻ ഓർത്തു. പിന്നീട് ആ ദിവസം കാശി നല്ല തിരക്കിലായിരുന്നു. അന്ന് വന്നിട്ട് ഭക്ഷണം പോലും കഴിക്കാതെ അവൻ തിരക്കിൽ പെട്ടുപോയിരുന്നു. വൈകിട്ടാണ് അവൻ പുറത്തേക്ക് ഇറങ്ങിയത്. അവൻ വന്ന് കാറിൽ കയറി. നല്ല ക്ഷീണമുണ്ടായിരുന്നു അവന്. പല രാത്രികളിലും അവൻ മദ്യത്തെ കൂട്ടുപിടിക്കാറുണ്ട്, എല്ലാം മറക്കാൻ. എമർജൻസിയുള്ള ദിവസങ്ങളിൽ അവൻ മദ്യം തൊടില്ല. ഓരോ ജീവനും അവൻ അത്രയ്ക്ക് വിലയുള്ളതായിരുന്നു. എമർജൻസി കേസുകൾ ഒന്നുമില്ല എന്ന് അവൻ ഉറപ്പുവരുത്തിയതിനു ശേഷം, ICUവിൽ കിടക്കുന്ന രോഗികളുടെ നില സ്റ്റേബിൾ ആണ് എന്ന് ഉറപ്പാക്കിയതിനു ശേഷം കാശി ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയത്. നഗരത്തിലെ വലിയൊരു ബാറിന് മുന്നിലാണ് അവന്റെ കാർ വന്നു നിന്നത്. അവിടെ നിന്നും കാശി ഇറങ്ങുമ്പോൾ നന്നായി തന്നെ അവൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. മദ്യത്തിന്റെ ചൂട് അവന്റെ ശരീരത്തിലേക്ക് പടർന്നു തുടങ്ങിയിരുന്നു. ബാറിൽ നിന്നും ഇറങ്ങി നനഞ്ഞ കാറിൽ വന്ന് കയറുമ്പോഴും അവന്റെ മുന്നിൽ ഇന്നലെ താൻ കണ്ട സ്വപ്നമായിരുന്നു വന്നുകൊണ്ടിരുന്നത്. നാശം പിടിക്കാനായിട്ട് ഇതെന്താ ഇങ്ങനെ? അവൻ സ്വയം ചോദിച്ചുകൊണ്ട് കാറിലേക്ക് കയറി. പെട്ടെന്ന് അവന്റെ മനസ്സിൽ മറ്റൊരു മുഖം കടന്നു വന്നു. സാവിത്രി. ആ പേര് ഓർത്തുകൊണ്ട്, ആ മുഖം ഓർത്തുകൊണ്ട് അവൻ കുറെ നേരം കാറിൽ തന്നെ ഇരുന്നു. പക്ഷെ ഇന്നലെ കണ്ട ആ സ്ത്രീക്ക് ഈ മുഖമല്ല എന്ന് അവനെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ആ മുഖമാണെങ്കിൽ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അവന്റെ കൺമുന്നിൽ നനഞ്ഞൊട്ടിയ സാരി ധരിച്ചു നിൽക്കുന്ന ആ സ്ത്രീ രൂപം, താൻ അവളെ ചേർത്ത് പിടിക്കുന്നത്, അവളുടെ കഴുത്തിൽ ചുംബിക്കുന്നത്, അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർക്കുന്നത്, എല്ലാം തെളിഞ്ഞു വന്നതും അവൻ വീണ്ടും കണ്ണുകൾ വലിച്ചു തുറന്നു. സാവിത്രി, നീ എന്തിനാ എന്നെ ഒറ്റയ്ക്കാക്കി പോയത്? അവന്റെ ചുണ്ടുകൾ മൊഴിഞ്ഞുകൊണ്ടിരുന്നു. പിന്നെയും അവൻ ബാറിൽ നിന്നും വാങ്ങിയ മദ്യക്കുപ്പി അവന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. രാത്രി ഏറെ വൈകി അവൻ ശ്രീമംഗലത്തെ തറവാടിന്റെ മുന്നിൽ വന്ന് കാറ് നിർത്തി. വീട് മുഴുവനും ഇരുട്ടിലായിരുന്നു. എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലായി. അവൻ കയ്യിൽ ഉണ്ടായിരുന്ന താക്കോൽ തപ്പിയെടുത്തു. ശബ്ദമുണ്ടാക്കാതെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. പടികൾ കയറി അവൻ റൂമിലേക്ക് പോയി. ഇതേ സമയം മറ്റൊരു വീട്ടില് ഭദ്ര വാതിൽ തുറന്ന് അകത്തേക്ക് കടക്കുമ്പോൾ ബെഡിൽ കിടക്കുന്ന ശ്യാമിനെ കണ്ടു. അവൾ ഒരു നിമിഷം അവനെ നോക്കി നിന്നു. പിന്നെ സമയം നോക്കി. 12:10 എന്ന് കണ്ടതും അവൾ ഒന്ന് ദീർഘനിശ്വാസം വിട്ടുകൊണ്ട്, ഇത്രയും വൈകിയോ എന്നോർത്തുകൊണ്ട് അവൾ ഫ്രഷ് ആകാനായി പോയി. വാഷ്റൂമിൽ ചെന്ന് തണുത്ത വെള്ളം ശരീരത്തിലൂടെ ഒഴുകിയിറങ്ങുമ്പോൾ അവളുടെ കണ്ണുകളിൽ ഒരു വേദനയും തളർച്ചയുമായിരുന്നു. അവൾ ഫ്രഷായി പുറത്തേക്കിറങ്ങി ശ്യാമിന്റെ അടുത്തേക്ക് വന്നു കിടന്നു. അവളുടെ മുഖം ശ്യാമിന്റെ മുഖത്തായിരുന്നു. എന്നോട് എന്തിനാ ഇങ്ങനെ ചെയ്തത്? എന്നെ എങ്ങനെയാ നിങ്ങൾക്ക് ചതിക്കാൻ സാധിച്ചത്?
അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. 2 വർഷം മുമ്പ് ശ്യാമിന്റെ കൈപിടിച്ച് ഒത്തിരി പ്രണയത്തോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ താൻ ഈ വീടിന്റെ പടികൾ കയറിയപ്പോൾ മരണം വരെ എനിക്ക് സന്തോഷത്തോടെ ഈ വീട്ടിൽ ശ്യാമേട്ടന്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ സാധിക്കണം എന്ന് പ്രാർത്ഥിച്ച് അതേ പ്രാർത്ഥനയോടെ കയറിയ ഈ വീട്ടിൽ ഇപ്പോൾ തനിക്ക് വല്ലാത്ത ശ്വാസം മുട്ടുന്നത് പോലെ അവൾക്ക് തോന്നി. എപ്പോഴാണ് തങ്ങളുടെ ജീവിതം ഇങ്ങനെ മാറി തുടങ്ങിയത്? അവൾ മീര, അവൾ ശ്യാമേട്ടന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് മുതൽ ഞങ്ങളുടെ സന്തോഷങ്ങൾ എല്ലാം തകർന്നു തുടങ്ങി. അവൾ ഓർത്തു, ഇത് ഭദ്ര ടൗണിലെ പ്രശസ്തമായ ഹോസ്പിറ്റലിലെ നേഴ്സാണ്. ഭർത്താവ് ശ്യാം പ്രശസ്തനായ ഒരു ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ്. അമ്മ, സഹോദരൻ, ഒരു സഹോദരി. ഇതടങ്ങുന്നതാണ് ശ്യാമിന്റെ കുടുംബം. അച്ഛൻ കുറെ നാൾ മുമ്പ് മരിച്ചു. മീര ശ്യാമിന്റെ അമ്മയുടെ സഹോദരന്റെ മകളാണ്. ശ്യാം ജോലി ചെയ്യുന്ന ബാങ്കിലേക്ക് അവൾ ട്രാൻസ്ഫറായി വന്നതാണ്. അന്ന് മുതൽ തന്റെ ജീവിതവും മാറി തുടങ്ങിയത്. ആദ്യമൊന്നും പ്രശ്നമില്ലായിരുന്നു. പിന്നെ എന്നും രാവിലെ ശ്യാം തന്നെയാണ് ഭദ്രയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നത്. പക്ഷേ ഇപ്പോൾ ടൈമില്ല, ഓഫീസിൽ തിരക്കാണ്, അങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ തുടങ്ങിയിരിക്കുന്നു. പിന്നീട് അവന്റെ യാത്രകൾ മുഴുവനും മീരയുടെ ഒപ്പമായിരുന്നു. ഒരു ദിവസം തന്റെ കൂട്ടുകാരി പറഞ്ഞത് അവൾ ഓർത്തു. ശ്യാമിനെയും ഒരു പെണ്ണിനെയും ഒരു ദിവസം ഹോട്ടലിൽ വെച്ച് കണ്ടു എന്ന്. അത് കേട്ടതും താൻ ആകെ തളർന്നു പോയിരുന്നു. തനിക്കത് വിശ്വസിക്കാനായില്ല. പക്ഷേ അന്നു മുതൽ മീരയോടൊപ്പം ജോലിക്ക് പോകണ്ട എന്ന് ശ്യാമിനോട് പറഞ്ഞു. അന്ന് ശ്യാം ഒരുപാട് വഴക്ക് പറഞ്ഞു. അമ്മയും അതറിഞ്ഞപ്പോൾ തന്നെ വഴക്ക് പറഞ്ഞിരുന്നു. എനിക്ക് സംശയ രോഗമാണ് എന്ന് പറഞ്ഞ് അമ്മയും സഹോദരിയും തന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അവൾ മീര തന്റെ സഹോദരന്റെ മകളാണ്, അവൾ ഒരിക്കലും തെറ്റ് ചെയ്യില്ല, നിനക്കെന്തോ കുഴപ്പമുണ്ട് എന്നെല്ലാം പറഞ്ഞ് അമ്മ വല്ലാതെ ദേഷ്യപ്പെട്ടു. 2 വർഷമായിട്ടും കുഞ്ഞുങ്ങൾ ഇല്ലാത്തതിന്റെ ഒരു ചെറിയ ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷേ കുറ്റപ്പെടുത്തിയിട്ടില്ല. കാരണം ആർക്കാണ് കുഴപ്പമെന്ന് ഇതുവരെ അറിയാത്തത് കൊണ്ട് തന്നെ ഒരു കുറ്റപ്പെടുത്തലിന് ഇതുവരെ അവർ മുതിർന്നിട്ടില്ല. ഒരു കുഞ്ഞെന്ന സ്വപ്നം അവളെ വല്ലാതെ തളർത്തി കളഞ്ഞിരുന്നു. മീരയുടെ കാര്യങ്ങൾ പറഞ്ഞത് അമ്മ അപ്പോൾ തന്നെ തന്റെ വീട്ടിൽ അറിയിച്ചു. തന്റെ വീട്ടുകാർക്ക് ശ്യാമെന്ന് പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടമാണ്. താനും തന്റെ അനീതിയും അച്ഛനും അമ്മയും അടങ്ങുന്നതാണ് തന്റെ കുടുംബം. അതുകൊണ്ട് തന്നെ അവർക്ക് ശ്യാം സ്വന്തം മകനെ പോലെ ആയിരുന്നു. ഞാൻ പറയുന്നതൊന്നും അവർ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. പതിയെ താനും ഒന്നും പറയാതെ തന്റെ സങ്കടങ്ങളും മനസ്സിന്റെ വിഷമങ്ങളും ആരോടും പറയാതെ മനസ്സിൽ തന്നെ ഒതുക്കാൻ തുടങ്ങി. അത് വല്ലാതെ വീർപ്പുമുട്ടുന്നുണ്ടായിരുന്നു. എന്നാലും ഒരു മരുമകളുടെയും ഭാര്യയുടെയും ഏട്ടത്തിയുടെയും കടമകളെല്ലാം താൻ ഭംഗിയായി തന്നെ നിർവഹിച്ചു പോന്നിരുന്നു. എല്ലാം ഓർത്തപ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്നും വീണ്ടും കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. ശബ്ദമില്ലാതെ അവൾ കരയാൻ തുടങ്ങി. ഇപ്പോ ഇങ്ങനെ ഒരു കരച്ചിൽ തുടങ്ങിയിട്ട് കുറെ നാളായി. രാവിലെ അലാറം കേട്ട് അവൾ വേഗം എഴുന്നേറ്റു. നേരത്തെ എഴുന്നേറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാ ജോലികളും അവൾ തീർത്തു വെക്കുമായിരുന്നു. എന്നിട്ടായിരുന്നു അവൾ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പഴയ പോലെ സന്തോഷമില്ല, ഒരു യന്ത്രം പോലെയായിരുന്നു അവൾ ആ വീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരുന്നത്. ജീവിക്കണം എന്നൊരു തോന്നല് അവൾക്കുണ്ടായിരുന്നില്ല. കാരണം പ്രാണനായി കണ്ടവന്റെ മാറ്റം അവളെ വല്ലാതെ തളർത്തി കളഞ്ഞിരുന്നു. അവൾ വേഗം തന്നെ ഫ്രഷായി ഹോസ്പിറ്റലിലേക്ക് പോകാനായി ഇറങ്ങുമ്പോൾ പുറത്ത് പത്രം വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന ശ്യാം അവളെ കണ്ടിട്ടും പത്രത്തിൽ നിന്നും മുഖമുയർത്തി നോക്കാതെ അവൻ അങ്ങനെ തന്നെ ഇരിക്കുന്നത് കണ്ടതും അവൾക്ക് തന്നോട് തന്നെ ഒരു പുച്ഛം തോന്നി. ആ പുച്ഛത്തോടു കൂടി തന്നെ അവൾ അവിടെ നിന്നും ഇറങ്ങി ഹോസ്പിറ്റലിലേക്ക് പോയത്. ഹോസ്പിറ്റലിലെത്തി അവൾ ഡ്യൂട്ടി റൂമിലേക്ക് ചെന്നു. മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകുന്നു. പക്ഷേ തന്റെ കടമകൾ അവൾ ചെയ്യാറുണ്ട്. ഇന്ന് പറ്റാത്തതുപോലെ അവൾ ഇരിക്കുന്നത് കണ്ടതും അവളുടെ കൂട്ടുകാരി സംഗീത അവളുടെ അടുത്തേക്ക് ചെന്നു. എന്തുപറ്റി ഭദ്ര, നീ വല്ലാതെ ഡിസ്റ്റർബ് ആണെന്ന് തോന്നുന്നു. കുറച്ചു ദിവസമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാനന്ന് പറഞ്ഞത് കൊണ്ടാണോ? സംഗീത ചോദിച്ചു. അല്ല, നീ പറഞ്ഞത് കൊണ്ട് മാത്രമല്ല, എന്റെ കൺമുന്നിലും ഞാൻ പലതും കാണുന്നുണ്ട്, അവൾ വേദനയോടെ പറഞ്ഞു. അവളുടെ കണ്ണ് നിറയുന്നത് കണ്ടതും സംഗീത അവളെ ചേർത്ത് പിടിച്ചു. എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ എത്രയൊക്കെ അവൾ പറഞ്ഞിട്ടും ഭദ്രയുടെ മനസ്സിനെ ആശ്വസിപ്പിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു എമർജൻസി കേസ് വന്നത്. അവൾ പിന്നെ അതിന്റെ പുറകെ തിരിഞ്ഞു. പിന്നെ അവൾ മറ്റൊന്നിനെ പറ്റി ചിന്തിച്ചില്ല. അവളുടെ ജോലികൾ അവൾ ആത്മാർത്ഥമായി തന്നെ ചെയ്തു പോയിക്കൊണ്ടിരുന്നത്. അന്ന് വൈകുന്നേരം ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങുമ്പോൾ സംഗീത അവളെയും കൊണ്ട് ഒരു ടെക്സ്റ്റൈൽസിലേക്ക് പോയി. സംഗീതയ്ക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാനായിരുന്നു. താല്പര്യമില്ലാഞ്ഞിട്ടും മനസ്സ് സ്വസ്ഥമാക്കാൻ വേണ്ടി അവളും കൂടെ പോയി. ഭദ്ര അവൾക്ക് വേണ്ടി ഒന്നും എടുത്തില്ല. സംഗീതയ്ക്ക് വേണ്ടി എടുക്കുന്ന വസ്ത്രങ്ങൾ അവളും നോക്കിക്കൊണ്ട് നിന്നു. അപ്പോഴാണ് സംഗീത
അവളെ വിളിച്ചുകൊണ്ടുപോയി ഒരു കാഴ്ച കാണിച്ചു കൊടുക്കുന്നത്. ശ്യാമിനെയും മീരയെയും. ശ്യാം മീരയ്ക്ക് സാരി വാങ്ങി കൊടുക്കുന്നതാണ്. അവളുടെ ദേഹത്തെ വെച്ച് നോക്കുന്നത്, പിന്നെ ചിരിക്കുന്നത് എല്ലാം കണ്ട് അവൾ ഒരു പ്രതിമ കണക്കെ അങ്ങനെ തന്നെ നിന്നു. സംഗീത അവളെ വലിച്ചു മാറ്റാൻ നോക്കി. മതി നോക്കി നിന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് നേരത്തെ കണ്ടതാണ്. നീ ഇനിയും അവന് വിശ്വസിക്കാൻ തന്നെയാണോ നിന്റെ തീരുമാനം? അല്ലെങ്കിൽ ഇതെല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് നടക്കാനാണോ നിന്റെ തീരുമാനം? സംഗീത ചോദിച്ചു. അവൾ ഒന്നും മിണ്ടാതെ കുറച്ചു നേരം സംഗീതയെ നോക്കി നിന്നു. വിഡ്ഢിയായിട്ട് ജീവിക്കരുത് ഒരിക്കലും. അത് നമ്മളോട് നമ്മൾ തന്നെ ചെയ്യുന്ന തെറ്റാണ്. സംഗീത അത്രമാത്രം പറഞ്ഞു. അന്ന് വീട്ടിലെത്തിയിട്ടും ഭദ്രയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ഇന്ന് ടെക്സ്റ്റൈൽസിൽ വെച്ച് കണ്ട ആ ചിത്രം അവളുടെ മനസ്സിലേക്ക് വീണ്ടും കടന്നു വന്നു. പിന്നീട് ഭദ്ര പൂർണ്ണമായിട്ടും മാറുകയായിരുന്നു. ചിരിയില്ല, സംസാരമില്ല. അവൾ അവളുടെ ജോലികൾ എല്ലാം കൃത്യമായി ചെയ്യും, ഒരു പ്രതിമ കണക്ക്. അത് ശ്രദ്ധിച്ച ശ്യാമിന്റെ അമ്മയിലും അസ്വസ്ഥത തോന്നി തുടങ്ങി. അവർ അത് മകനോട് പറഞ്ഞു. അന്ന് ശ്യാമും ഭദ്രയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. തന്റെ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ടെങ്കിലും അതൊന്നും മനസ്സിൽ തട്ടിയോ സ്നേഹത്തോടു കൂടിയോ അല്ല ചെയ്യുന്നത് എന്ന് അവന് തോന്നി. അപ്പോഴാണ് അവൻ മീരയുടെ കോള് വരുന്നത്. അവൻ ചുറ്റും നോക്കിക്കൊണ്ട് ഫോണുമായി ടെറസിലേക്ക് പോയി. കുറെ നേരം സംസാരിച്ചതിന് ശേഷം അവൻ താഴേക്ക് വരുമ്പോൾ റൂമിൽ ഭദ്ര ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾ നിറഞ്ഞു വന്ന കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. ആ നോട്ടം അവന്റെ ഹൃദയത്തിലേക്ക് തറഞ്ഞു കയറുന്നത് പോലെ തോന്നി. അവൻ അവളെ തന്നെ നോക്കി നിന്നു. പെട്ടെന്ന് അവൾ വാഷ്റൂമിലേക്ക് പോയി. എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയാതെ ശ്യാം നിന്നു. അവന്റെ മനസ്സിലേക്ക് നിറഞ്ഞ കണ്ണുകളോടെ തന്നെ ദയനീയമായി നോക്കിയ ആ നോട്ടം കടന്നു വന്നതും അവൻ ഫോൺ ബെഡിലേക്ക് എറിഞ്ഞു. അവന്റെ മനസ്സ് അസ്വസ്ഥമാകാൻ തുടങ്ങി. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഭദ്ര അമ്പലത്തിലേക്ക് പോയി. രാവിലെ എഴുന്നേറ്റ് അവളെ കാണാതായതും ശ്യാം അവളെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് അങ്ങോട്ട് ശ്യാമിന്റെ അമ്മയും സഹോദരിയും കൂടി വരുന്നത്. എന്താണ് രാവിലെ തന്നെ? നീ ആരെയാ അന്വേഷിച്ച് നടക്കുന്നത്? അമ്മ ചോദിച്ചു. ഭദ്ര, അവളെ ഇവിടെ കാണാനില്ല. എന്തുകൊണ്ടോ മനസ്സിൽ ചെറിയൊരു ആദി കയറി. കാണാനില്ലെന്നോ? അവളെവിടെ പോകാൻ? അറിയില്ല. അടുക്കളയിൽ ഒന്നും ചെയ്തിട്ടില്ല. ശ്യാം ചെറിയൊരു വെപ്രാളത്തോടെ പറഞ്ഞു. അവളെവിടെ പോകാൻ? ഇനി ചിലപ്പോ അമ്പലത്തിൽ പോയിട്ടുണ്ടാകും, ശ്യാമിന്റെ അമ്മ പറഞ്ഞു. ഇത്ര നേരത്തെ? ശരിയാണ്, സമയം 6 മണി കഴിഞ്ഞതേയുള്ളൂ. അവരിലും ചെറിയൊരു പേടി തോന്നി തുടങ്ങി. ഞാൻ നിന്നോട് പറയണമെന്ന് കരുതിയതാണ്, പക്ഷേ ഇനിയും പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. എന്റെ സഹോദരന്റെ മകൾ തന്നെയാണ് മീര. പക്ഷേ ഭദ്ര നിന്റെ ഭാര്യയാണ്, എന്റെ മരുമകളാണ്. അത് നീ മറന്നു പോകരുത്. പലപ്പോഴും നീ അത് മറന്നു പോകുന്നത് പോലെ എനിക്കും തോന്നിയിട്ടുണ്ട്. അവളുടെ ഉള്ളില് സംശയം അവൾ പറഞ്ഞപ്പോൾ അത് വെറുതെയാണ് എന്ന് എനിക്കും തോന്നിയില്ല. പക്ഷേ നീ എന്റെ മകനായതുകൊണ്ട് അവളുടെ മുന്നിൽ വെച്ച് നിന്നെ കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞത്. ഒരു കാര്യം പറഞ്ഞേക്കാം, അവളെക്കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ? മീര അവൾ അത്ര നല്ല പെൺകുട്ടിയൊന്നും അല്ല. അവളുടെ പഴയ ചരിത്രം അറിയാവുന്നതാണ് എനിക്ക്. അതുകൊണ്ട് പറയുകയാണ്, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ചെന്ന് ചാടരുത്. വെറുതെ നിന്റെ നല്ല ജീവിതം നീയായിട്ട് നശിപ്പിക്കരുത്. ഭദ്രയെ പോലെ ഒരു മരുമകളെ കിട്ടാൻ എല്ലാവരും കൊതിക്കുകയാണ്. അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഓരോരുത്തർ ഭദ്രയെ കുറിച്ച് പറയുന്നത് കേൾക്കണം. അത് സത്യമാണെന്ന് എനിക്കും അറിയാം. അവളെപ്പോലെ ഒരു മരുമകളെ കിട്ടിയതില് ഞാൻ ശരിക്കും അഹങ്കരിക്കുന്നുണ്ട്. ആ അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ എന്റെ മകനായിട്ട് ഒരു കാരണം ഉണ്ടാക്കരുത്. അത്രയും പറഞ്ഞ് അമ്മ അകത്തേക്ക് കയറിപ്പോയി. ഏട്ടാ, അമ്മ പറഞ്ഞത് സത്യമാണ്. ഏട്ടത്തിയെ കണ്ടിട്ട് എന്റെ കൂട്ടുകാർക്കെല്ലാം എന്ത് ഇഷ്ടമായെന്ന് അറിയോ? ഇവിടെ വരാൻ അവർക്ക് എന്ത് ഇഷ്ടമാണെന്ന് അറിയോ? അത് ഏട്ടത്തിയോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ഏട്ടത്തി അവരോട് പെരുമാറുന്ന രീതി എന്നോട് എപ്പോഴും പറയും, ഇതുപോലൊരു ഏട്ടത്തി കിട്ടാൻ ഭാഗ്യം ചെയ്യണമെന്ന്. എല്ലാവിടെയും നാത്തൂനും തമ്മിൽ പോരാണ്. പക്ഷെ ഇവിടെ ഏട്ടത്തി എന്നെ സ്വന്തം അനിയത്തി പോലെ കാണുന്നത്. പക്ഷേ ഞാൻ ഇടയ്ക്കെങ്കിലും ഏട്ടത്തിയെ വിഷമിപ്പിക്കാറുണ്ട്. എനിക്കറിയാം അത് തെറ്റാണെന്ന് അറിയാം, സംഭവിച്ചു പോകുന്നതാണ്. പക്ഷെ അത് ഏട്ടത്തിയെ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല. അതുകൊണ്ട് ഏട്ടത്തിയെ നഷ്ടപ്പെടുത്താനായിട്ട് ശ്രമിച്ചാൽ അതിന് ഞാൻ കൂട്ടു നിൽക്കില്ല. ശക്തമായിട്ട് തന്നെ ഞാൻ അതിന് എതിർക്കും. മീര ചേച്ചി അത്ര നല്ലതൊന്നുമല്ല, അത് ഏട്ടനും അറിയാവുന്നതാണ്. എന്തായാലും എന്റെ ഏട്ടത്തിയുടെ അത്ര ഭംഗിയോ സ്വഭാവ ഗുണമോ ഒന്നും മീര ചേച്ചിക്കില്ല. അതേട്ടൻ മറന്നു പോകുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയും പറഞ്ഞ് അവളും തിരിഞ്ഞു കയറിപ്പോയി. ഒന്നും മിണ്ടാനാവാതെ അങ്ങനെ തന്നെ നിന്നു അവന്റെ ഉള്ളില് ഭദ്ര എവിടെ പോയി എന്നുള്ള ഒരു ചെറിയ ടെൻഷനും ഉണ്ടായിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നടന്നു വരുന്ന ഭദ്രയെ കാണുന്നത്. ഒരു കറുത്ത ബ്ലൗസും
കറുത്ത കരയോട് കൂടിയ ഒരു സെറ്റുമുണ്ടുമാണ് അവൾ ഉടുത്തിരിക്കുന്നത്. നീണ്ട മുടി അഴിച്ചിട്ടിരിക്കുന്നു. ചെറിയൊരു കുളിപ്പിന്നൽ മാത്രം. കയ്യില് വാഴയിലയില് അമ്പലത്തിൽ നിന്നുള്ള പ്രസാദവും കയ്യിൽ പിടിച്ചിട്ടുണ്ട്. കൂടെ ഒരു പ്രായമുള്ള സ്ത്രീയോട് സംസാരിച്ചു വരികയാണ് അവൾ. എന്ത് പറഞ്ഞോ ചെറുതായി ഒന്ന് പുഞ്ചിരിക്കുന്നു. വല്ലാത്തൊരു ഭംഗിയുണ്ടെന്ന് തോന്നി അവൾക്ക്. അവളുടെ നെറ്റിയില് ആ സിന്ദൂരത്തിന് വല്ലാത്ത ഭംഗിയാണ് എന്നും അവന് തോന്നി. എന്തു പറ്റി ശ്യാമി, നീ ഭാര്യയെ നോക്കി നിൽക്കായിരുന്നോ? കൂടെയുണ്ടായിരുന്ന സ്ത്രീ ചോദിച്ചു. അതിന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ഇന്ന് എനിക്ക് അമ്പലത്തിൽ പോകാൻ മോളെ കൂട്ടുകിട്ടി. എന്റെ വീട്ടിലുണ്ട് ഒരു മരുമകള്. ഇപ്പൊ പുതച്ചു മൂടിക്കിടന്ന് ഉറങ്ങുന്നുണ്ടാവും അവർ പറഞ്ഞുകൊണ്ട് നടന്നുപോയി. ഭദ്ര ഒന്നും മിണ്ടാതെ ശ്യാമിനെ ഒന്ന് നോക്കുകൂടി ചെയ്യാതെ അകത്തേക്ക് കയറിപ്പോയി. അവൾ വേഗം കിച്ചണിൽ ചെന്ന് ജോലിയെല്ലാം തീർത്ത് വീണ്ടും ചെന്ന് കുളിച്ച് ഫ്രഷായി ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങി. അവൾ ഇറങ്ങി വരുമ്പോൾ വരാന്തയിലെ കസേരയിൽ പത്രം വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ശ്യാം. അപ്പോഴാണ് ഭദ്ര പുറത്തേക്ക് ഇറങ്ങുന്നത് അവൻ കാണുന്നത്. തന്നെ ഒന്നും നോക്കുക കൂടി ചെയ്യാതെ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന അവളെ കണ്ടതും ഭദ്ര അവൻ വിളിച്ചു. അവൾ അവിടെ തന്നെ നിന്നു, തിരിഞ്ഞു നോക്കിയില്ല. അപ്പോഴേക്കും അവൻ അവളുടെ മുന്നിൽ വന്ന് നിന്നു. ഞാൻ വൈകിട്ട് വരാം ഹോസ്പിറ്റലിലേക്ക് നിന്നെ കൊണ്ടുവരാൻ. നമുക്കൊന്ന് സംസാരിക്കാം ഭദ്ര, അവൻ പറഞ്ഞു. ഭദ്ര അവന്റെ മുഖത്തേക്ക് നോക്കിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല. ഒന്നും മിണ്ടാതെ നടന്നു പോകുന്ന അവളെ അവൻ നോക്കി നിന്നു. ഒരു മെറൂൺ സാരിയാണ് അവൾ ധരിച്ചിരിക്കുന്നത്. ഭംഗിയായിട്ട് പിന്നിട്ടിരിക്കുന്ന മുടി. അവൾ നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. നല്ല വടിവത്ത ശരീരമാണ്. അതുകൊണ്ട് തന്നെ സാരി ഉടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. എല്ലാവരോടും ചെറു പുഞ്ചിരി നൽകിയാണ് അവൾ എപ്പോഴും കടന്നു പോകുന്നത്. അവളുടെ ചിരി ഇപ്പോൾ കുറെ നാളായിട്ട് തന്റെ മുന്നിൽ കാണാറില്ല എന്ന് അവൻ ഓർത്തു. അവനോട് തന്നെ ദേഷ്യം തോന്നി. മീര, അവൾ വന്നതിൽ പിന്നെ തന്റെ ജീവിതം മാറി തുടങ്ങിയത്. എപ്പോഴോ തന്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വന്നതാണ്. പലപ്പോഴും ഒഴിവാക്കാൻ ശ്രമിച്ചു. പക്ഷെ പൂർവാധികം ശക്തിയോടെ അവൾ വീണ്ടും വീണ്ടും തന്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വന്നു. എപ്പോഴേക്കോ അത് താനും ആസ്വദിച്ചു തുടങ്ങി. അതാണ് തന്റെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം. തന്റെ ഭാര്യയുടെ ആ പുഞ്ചിരി മങ്ങാനുള്ള കാരണം അവൻ ഓർത്തു. വേണ്ട, ഒന്നും വേണ്ട. ഭദ്ര, അവള് മതി. എനിക്കെല്ലാം അവസാനിപ്പിക്കണം, അവൻ മനസ്സിൽ ഉറപ്പിച്ചു പറഞ്ഞു. അവളെ വീണ്ടും പഴയ ഭദ്രയാക്കി മാറ്റണമെന്ന് അവൻ തീരുമാനിച്ചു. അന്നവൻ ബാങ്കിലേക്ക് പോയില്ല. അവൻ വീട്ടിൽ തന്നെ ഇരുന്നു. അവന്റെ ചിന്തകളും എല്ലാം കണ്ട് അമ്മയും സഹോദരിയും ഇരിക്കുന്നുണ്ടായിരുന്നെങ്കിലും അതൊന്നും ചോദിച്ചില്ല. അവന്റെ ഫോൺ നിർത്താതെ റിങ് ചെയ്യുന്നുണ്ട്. അവനത് എടുക്കുന്നില്ല എന്നുള്ളത് സഹോദരി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വൈകുന്നേരം 3 മണി കഴിഞ്ഞതും അവൻ റെഡിയായി പുറത്തേക്ക് വരുന്നത് കണ്ട് അമ്മ, നീ എവിടെ പോവുകയാണ് ഈ നേരത്ത് എന്ന് ചോദിച്ചു. ഞാൻ ഭദ്രയെ കൊണ്ടുവരാൻ പോവുകയാണ്, അവൻ പറഞ്ഞതും അവന്റെ അമ്മയുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു. കൊണ്ടുവരാനോ? അത് നന്നായി. രാവിലെ രണ്ടുപേരും തമ്മിൽ ഒരുമിച്ച് ജോലിക്ക് പോകുന്നതും പറ്റാവുന്ന സമയങ്ങള് നീ അവളെയും കൊണ്ട് വരുന്നതും എല്ലാം കണ്ടിട്ട് ഇപ്പൊ കുറെ നാളായി. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരുമ്പോ അത് കാണുമ്പോ സന്തോഷമാണ് മനസ്സിനും എന്റെ കണ്ണിനും. അമ്മ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അമ്മയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കാറിലേക്ക് കയറി. അവൻ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. ഭദ്ര ട്രെയിനിൽ കയറിയിരുന്നു. ഫോണിൽ നിന്നും സിം ഊരി അവൾ പുറത്തേക്ക് എറിഞ്ഞു. മറ്റൊരു നമ്പർ ഫോണിലേക്ക് ഇട്ടുകൊണ്ട് അവൾ സംഗീതയെ വിളിച്ചു. സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. സംശയിക്കാനൊന്നുമില്ല. സ്റ്റേഷനിൽ ഇറങ്ങി ആരോട് ചോദിച്ചാലും വഴി പറഞ്ഞു തരും. ഈ അഡ്രസ്സ് നീ കാണിച്ചാ മതി, സംഗീത പറഞ്ഞു. കുറച്ചുനേരം സംഗീതയോട് സംസാരിച്ചിരുന്ന് ഫോൺ കട്ട് ചെയ്ത ഭദ്ര ട്രെയിനിലെ സീറ്റിലേക്ക് ചാരിയിരുന്നു. എല്ലാവരെയും വിട്ട് തന്റെ ബന്ധങ്ങളും സ്വന്തങ്ങളും എല്ലാം ഉപേക്ഷിച്ച് പോവുകയാണ് മറ്റൊരു സ്ഥലത്തേക്ക്. ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങുകയാണ് അവൾ ഓർത്തു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വാശിയോടെ അവളത് തുടച്ചു മാറ്റി. കടന്നു പോകുന്ന ഓരോ കാഴ്ചകളും കണ്ടുകൊണ്ട് അവൾ ഇരുന്നു. ശ്യാം ഭദ്രയെ കുറെ നേരം കാത്തുനിന്നു. അവളുടെ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് കണ്ടതും അവൻ ഇറങ്ങി അവൾ ജോലി ചെയ്യുന്ന സെക്ഷനിലേക്ക് ചെന്നു. അവിടെ ചെന്ന് ഭദ്രയെ ചോദിച്ചിട്ടും ഭദ്ര ലീവാണ്, എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അവൻ ഞെട്ടി. ലീവോ? രാവിലെ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിയതാണല്ലോ. ചിലപ്പോ അവളെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാകും എന്ന് കരുതി അവൻ ഫോൺ എടുത്ത് അവളുടെ വീട്ടിലേക്ക് വിളിച്ചു. അവിടെ എത്തിയിട്ടില്ല എന്നറിഞ്ഞപ്പോ അവനെന്തോ ചെറിയൊരു ടെൻഷൻ തോന്നി തുടങ്ങി. അപ്പോഴാണ് ഭദ്രയുടെ കൂട്ടുകാരി സംഗീത അങ്ങോട്ട് വരുന്നത് അവൻ കാണുന്നത്. പെട്ടെന്ന് സംഗീതയും അവനെ കണ്ടു. അവൾ അവനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും അവൻ അവളുടെ അടുത്ത് എത്തിയിരുന്നു. സംഗീത, ഭദ്ര ഇന്ന് ഹോസ്പിറ്റലിൽ വന്നില്ലേ? ഇവിടെ ചോദിച്ചപ്പോ ലീവാണെന്ന് പറഞ്ഞു. ശ്യാം പറഞ്ഞതും അതെ,
ഭദ്ര ഇന്ന് ലീവായിരുന്നല്ലോ, എവിടെ പോവുകയാണ് എന്നൊന്നും പറഞ്ഞില്ല. ഇന്ന് ലീവാണെന്ന് ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നു, സംഗീത പറഞ്ഞു. ഹായ്, അപ്പോൾ ദേ സ്റ്റോറി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ഉടനെ തന്നെ ഉണ്ടാകും. അപ്പോൾ എല്ലാവരും നമ്മുടെ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ സ്റ്റോറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇന്ന് തന്നെ അടുത്ത വീഡിയോയുമായിട്ട് വേഗം വരാട്ടോ. അപ്പോൾ ബൈ.